ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ബി അമേരിക്ക, സി ഓസ്ട്രേലിയ, ഡി ഇംഗ്ലണ്ട്. ഉത്തരം എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം എ സോവിയറ്റ് യൂണിയൻ. 42ാം ഭരണഘടനാ ഭേദഗതി 1976 വഴിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? 1. ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. തെറ്റായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം തെറ്റാണ്. ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 3ഉം തെറ്റാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി ചീഫ് ജസ്റ്റിസ്, ഡി ഉപരാഷ്ട്രപതി. ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? എ രാഷ്ട്രപതി. വിവരാവകാശ നിയമം 2005 പ്രകാരം നിയമിക്കുന്ന രാഷ്ട്രപതി ശുപാർശ നൽകുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണെന്ന് പ്രത്യേകം ഓർമ്മിക്കണം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണ് നേരത്തെയുള്ളത് അതായിരിക്കും. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് പറയുന്നത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. 1. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷയുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 20, ബി 21, സി 22, ഡി 15. ഉത്തരം സി 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 22. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8ാം പട്ടികയിൽ 14 ഭാഷയാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8ാം പട്ടികയിൽ 14 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? എ കരിമീൻ, ബി ചെമ്മീൻ, സി അയല, ഡി ആവോലി. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഓപ്ഷൻ എ കരിമീൻ. ഓപ്ഷൻ എ കരിമീൻ. എട്രോപ്ലസ് സുറാറ്റൻസീസ് എന്നാണ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. എട്രോപ്ലസ് സുറാറ്റൻസീസ് എന്നാണ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൽ ആകെ രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെ രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, സി 9, ഡി 8. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം ഓപ്ഷൻ സി 9. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഉത്തരം ഓപ്ഷൻ സി 9. കേരളത്തിൻ്റെ ലോകസഭാ സീറ്റുകൾ 20 എണ്ണമാണ്. കേരളത്തിൻ്റെ ലോകസഭാ സീറ്റുകൾ 20 എണ്ണം, രാജ്യസഭാ സീറ്റുകൾ 9 ആണ് എന്ന് ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? എ 41, ബി 44, സി 3, ഡി 4. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി 3. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 3. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പാർ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 41 ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41ഉം കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ആണ്. അത് കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണെന്ന് ഓർക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി
എ മലമ്പുഴ, ബി വാഴാനി, സി പീച്ചി, ഡി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി കല്ലട. ഉത്തരം ഓപ്ഷൻ ഡി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന കുടിവെള്ള പദ്ധതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് ചോദിച്ചാൽ കല്ലടയാണ് ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന കുടിവെള്ള പദ്ധതി ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ ഇടുക്കി, ബി പാലക്കാട്, സി വയനാട്, ഡി പത്തനംതിട്ട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി 1984 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി പാലക്കാട്. ചട്ടമ്പിസ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പിസ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? എ കൊല്ലം, ബി തിരുവനന്തപുരം, സി പത്തനംതിട്ട, ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. ചട്ടമ്പിസ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. 1853 ഓഗസ്റ്റ് 25 ജനനം. 1853 ഓഗസ്റ്റ് 25 ജനനം. ജന്മസ്ഥലം കണ്ണമ്മൂല, തിരുവനന്തപുരം ആണ്. ജന്മസ്ഥലം കണ്ണമ്മൂല, തിരുവനന്തപുരം ആണ്. 1853 ഓഗസ്റ്റ് 25 ജനനം. തിരുവനന്തപുരം കണ്ണമ്മൂല എന്ന സ്ഥലത്താണ് ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് എന്ന്? അയ്യങ്കാളി ജനിച്ചത് എന്ന് 1863 ജൂലൈ 28, ബി 1863 സെപ്റ്റംബർ 28, സി 1863 ജൂൺ 28, ഡി 1863 ഓഗസ്റ്റ് 28. ഉത്തരം ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ചത് എന്ന് ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. തിരുവനന്തപുരത്തെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. സാധുജന പരിപാലന സംഘം ഇദ്ദേഹത്തിൻ്റെതാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ വൈക്കം, ബി ചാവക്കാട്, സി കോഴഞ്ചേരി, ഡി പള്ളിപ്പുറം. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വൈക്കം. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വൈക്കം. ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈക്കം വീരൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? എ കെ എം പണിക്കർ, ബി വി പി മേനോൻ, സി കെ പി കേശവ മേനോൻ, ടി കെ മാധവൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ഓപ്ഷൻ എ കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. മറ്റ് അംഗങ്ങൾ കെ എം പണിക്കറും എച്ച് എൻ കുൻസറും ആയിരുന്നു എന്ന് ഓർമ്മിക്കുക. മറ്റ് അംഗങ്ങൾ കെ എം പണിക്കർ, എച്ച് എൻ കുൻസറു. അതിൽ കെ എം പണിക്കർ ആണ് മലയാളി. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? എ 1 ലക്ഷം, ബി 5 ലക്ഷം, സി 3 ലക്ഷം, ഡി 2 ലക്ഷം. ഉത്തരം ബി 5 ലക്ഷം. സെക്കൻഡറി, ട്രഷറി ആശുപത്രി ചികിത്സകൾക്ക് ക്യാഷ്ലെസ് സൗകര്യം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഉത്തരം ബി 5 ലക്ഷം. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ ഡോക്ടർ പൽപു, ബി മൊയ്തു മൗലവി, സി അയ്യത്താൻ ഗോപാലൻ, ഡി കെ കേളപ്പൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം സി അയ്യത്താൻ ഗോപാലൻ. സുഗുണ വർദ്ധിനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനാണ് ഉത്തരം. കേരളത്തിൽ ബ്രഹ്മസമാജം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാലും ഉത്തരം അയ്യത്താൻ ഗോപാലനാണ്. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, കേരളത്തിൽ ബ്രഹ്മസമാജം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരള സാമൂഹ്യ പരിഷ്കർത്താവ് സി അയ്യത്താൻ ഗോപാലൻ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? എ പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ബി ഇക്കണ്ട വാര്യർ, സി ഷൺമുഖൻ ചെട്ടി, ഡി എസ് നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. ആർ കെ ഷൺമുഖൻ ഷെട്ടി കൊച്ചി രാജ്യത്തിന്റെ ദിവാനായിരുന്നു, പ്രജാമണ്ഡല നേതാവായിരുന്നില്ല. ആർ കെ ഷൺമുഖൻ ഷെട്ടി കൊച്ചി രാജ്യത്തിന്റെ ദിവാനായിരുന്നു. 1935 തൊട്ടിട്ട് 1941 വരെ കൊച്ചി രാജ്യത്തിന്റെ ദിവാനായിരുന്നു ഷൺമുഖം ഷെട്ടി. ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? എ ഈഴവ മെമ്മോറിയൽ, ബി നിവർത്തന പ്രക്ഷോഭം, സി ഗുരുവായൂർ സത്യാഗ്രഹം, ഡി മലയാളി മെമ്മോറിയൽ.
മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ ഇത് മദ്രാസ് സ്റ്റാൻഡേർഡ് സ്ഥാപിച്ചതും ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ബാരിസ്റ്റർ ജി പി പിള്ള ഏത് സംഭവമായാണ് ബന്ധപ്പെടുന്നത്? മലയാളി മെമ്മോറിയൽ. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത്? കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത്? എ കുന്നത്തൂർ, ബി അഗസ്തീശ്വരം, സി മാവേലിക്കര, ഡി ചിറയൻകീഴ്. ഉത്തരം ബി അഗസ്തീശ്വരം. ഉത്തരം ഓപ്ഷൻ ബി അഗസ്തീശ്വരം. തോവാള, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് ബാക്കി 3 എണ്ണം. തോവാള, കൽക്കുളം, വിളവൻകോട്. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ബി ഈസിനോഫിൽ, ബി ലിംഫോസൈറ്റ്, ഡി മോണോസൈറ്റ്. ഉത്തരം സി ലിംഫോസൈറ്റ്. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്? ലിംഫോസൈറ്റ്. HIV ഒരു റിട്രോ വൈറസാണ്. HIV ഒരു റിട്രോ വൈറസാണ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, ബി താപോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു, സി രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു, ഡി യാന്ത്രികോർജ്ജം താപോർജ്ജമാകുന്നു. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം. ഉത്തരം സി രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു. രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത്? എ അമ്പളി, ബി കൗമുദി, സി സൽകീർത്തി, ഡി പ്രിയങ്ക. ഉത്തരം ഡി പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം പ്രിയങ്ക. പ്രിയ, പ്രീതി എന്നിങ്ങനെ 2 ഇനങ്ങളും കൂടിയുണ്ട്. പ്രിയ, പ്രീതി എന്നിങ്ങനെ 2 ഇനങ്ങളും കൂടിയുണ്ടെന്ന് ഓർമ്മിക്കുക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? എ 2021, ബി 2022, സി 2023, ഡി 2024. ഉത്തരം സി 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം 2023. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രഖ്യാപനം നടന്നത്. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രഖ്യാപനം നടന്നത്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? എ വൈക്കം, ബി വടകര, സി കൊച്ചി, ഡി മഞ്ചേരി. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ബി വടകര. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണെന്ന് ഓർമ്മിക്കുക. 1931 ഈ സമ്മേളനം നടന്നത്. 1931 വടകരയിൽ ആദ്യ വനിതാ സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം? എ കേരളം, ബി തമിഴ്നാട്, സി രാജസ്ഥാൻ, ഡി മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കിയത്. 1997 ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. 1997 പാസാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു.